ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടായിട്ടും സിറിയയിലും അഫ്ഗാനിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അവിടുത്തെ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടോ? ഇല്ല. ആ സമയത്ത് അഫ്ഗാനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അവരെ അവിടെ നിന്ന് ഓടിച്ച താലിബാനികളെ വിസ്മയം എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതി. സിറിയയിലും അതുപോലെ ഐസിസ് ഭീകരർ അവിടെയുള്ള ജനതയ്ക്ക് തന്നെ തലവേദനയായി മാറിയപ്പോൾ അവരും അഭയാർത്ഥികളായി മാറ്റപ്പെട്ടു. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അവർക്ക് അഭയം കൊടുക്കാൻ തയ്യാറാകാതെ നിന്ന സമയത്ത് അവരെ സ്വീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, പിന്നീട് ഇവരെ കാരണം അനുഭവിക്കേണ്ടി വന്ന യാതന എത്രമാത്രം വലുതാണ്. മനുഷ്യത്വത്തിന്റെ പേരിൽ ഫ്രാൻസ് അവരെ വിളിച്ചു കയറ്റിയപ്പോൾ ഫ്രാൻസിന്റെ സമാധാനം തന്നെ അവർ കവർന്നെടുക്കുകയാണ് ചെയ്തത്. നമ്മളെപ്പോലെ അവരും ജീവിക്കാൻ അർഹരാണ്, അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്ന് ചിന്തിച്ചു പോയി എന്ന കുറ്റത്തിന് അവർക്ക് അഭയം കൊടുത്തു, അവർക്ക് കൈ കൊടുത്തു, അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തു, ഒടുവിൽ പൗരത്വവും കൊടുത്തു എന്നതിന്റെ പേരിൽ ഇവർക്ക് ആരൊക്കെയാണോ അഭയം നൽകിയത് ആ രാജ്യങ്ങളൊക്കെ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥികളായി എത്തിയ ആളുകളും കുടിയേറി എത്തിയവരുമായിട്ടുള്ള മുസ്ലിങ്ങൾ അവിടെ പൊതുനിരത്തിൽ നമസ്കരിക്കുകയും അവരുടെ അതേ വേഷവിധാനവും അവരുടെ അനുഷ്ഠാനങ്ങളും വിശ്വാസവും ഫോളോ ചെയ്യാത്ത ആ രാജ്യത്തുള്ള ആളുകളോട് ഇവർ ചെയ്തിട്ടുള്ള ക്രൂരതകളും തലവെട്ടലും കൈകാൽ ഛേദിക്കലും ഇസ്ലാമിക വേഷം ധരിക്കുന്നതിനു വേണ്ടി അവരെ നിർബന്ധിപ്പിക്കലും പീഡനങ്ങളും ബലാത്കാരങ്ങളും ഒക്കെ വല്ലാതെ വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ ഈ അഭയാർത്ഥികൾ ശരിക്കും പെറ്റുപെരുക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ ജനസംഖ്യയും വർദ്ധിച്ചു. അതോടെ ഈ രാജ്യങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു. ശാന്തമായി ഒഴുകിയിരുന്നു എന്ന് പറയുന്ന നാട് പിന്നീട് ചോരപ്പുഴ ഒഴുകേണ്ടി വന്നു. ആ രാജ്യങ്ങളിലൊക്കെ വർഗീയതയും വംശീയതയും മാത്രമായിരുന്നു ഇവരുടെ മുതൽ. അവിടെ ഇസ്ലാമിക വർഗീയവാദം വർദ്ധിക്കുമ്പോൾ അവരുടെ വർഗീയതയെ തളയ്ക്കുന്നതിനു വേണ്ടി ക്രിസ്ത്യൻ വർഗീയവാദം എതിർഭാഗത്തും ചേരിയാകുന്നു, വർദ്ധിക്കുന്നു, വളരുന്നു. മസ്ജിദുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ, മസ്ജിദുകൾ ധാരാളമായി ഉയർത്തപ്പെടുമ്പോൾ അവിടെ ചർച്ചുകളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. തീവ്ര വലതുപക്ഷ സംഘടനകൾ ഉണ്ടാകുന്നു, എതിർഭാഗത്ത് മത തീവ്രവാദ സംഘടനകൾ വളരുന്നത് പോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ ഖുർആനും കയ്യിൽ പിടിച്ച് ഒരു കയ്യിൽ ആയുധവുമായി തെരുവിലിറങ്ങുമ്പോൾ മറുഭാഗം ഖുർആൻ കത്തിക്കുന്ന രീതിയിലേക്ക് എത്തുന്നു. അതിന്റെ പേരിൽ ഇസ്ലാമിസ്റ്റുകൾ നാടിന് തന്നെ തീയിടുന്നു. കഴിഞ്ഞ ഈസ്റ്റർ ദിനം മുതൽ സ്വീഡൻ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. സ്വീഡനിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇസ്ലാം മത തീവ്രവാദികളാണ്. അവർ തെരുവോരങ്ങളിൽ മുസല്ലയിട്ട് നമസ്കരിക്കാൻ തുടങ്ങി. ക്രിസ്ത്യൻ ചർച്ചുകളിൽ കയറി മുസല്ലയിട്ട് നമസ്കരിക്കാൻ തുടങ്ങി. അവിടെ ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. ക്രിസ്ത്യൻ ചർച്ചുകളിൽ അല്ലാഹു അക്ബർ എന്ന് എഴുതി വെക്കാൻ തുടങ്ങി. ഭിത്തികളിൽ, പൊതുനിരത്തുകളിൽ, റോഡുകളിൽ യാത്രക്കാരെ അസൗകര്യപ്പെടുത്തി മുസല്ലയിട്ട് നിന്ന് നമസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എതിർഭാഗം ചില നേതാക്കന്മാരുടെ അകമ്പടിയോടുകൂടി, അതിന് നേതാവായി നിന്ന് റാസ്മസ് പലൂദാൻ. അങ്ങനെ അദ്ദേഹം ഈ മുസ്ലിങ്ങളാണ് നമ്മുടെ നാട് തകർത്തത് എന്ന് മനസ്സിലാക്കി. ഈ ഗ്രന്ഥത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന അന്യമത വിരോധമാണ് ഇവർ വർക്കൗട്ട് ആക്കിയത് എന്ന് മനസ്സിലാക്കി ഖുർആൻ കത്തിക്കുന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചു റാസ്മസ് പലൂദാൻ. ഇതിനകത്ത് മുഴുവനും മാനവികതയല്ല, ഇതിനകത്ത് മാനവികതയുടെ ഒരു തരിമ്പ് പോലുമില്ല എന്ന് റാസ്മസ് പലൂദാൻ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഇതിനകത്തുള്ളത് അന്യമതസ്ഥരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഭീഷണിയാണ്. നമ്മളെയൊക്കെ മതം മാറ്റി ഇസ്ലാമിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയും ഈ ലോകം മുഴുവനും മതവൽക്കരിക്കുന്നതിന് വേണ്ടിയുമുള്ള നിർദ്ദേശമാണ് ഈ ഖുർആനിനകത്തുള്ളത് എന്ന് പലൂദാൻ ഖുർആൻ കത്തിക്കൽ ക്യാമ്പയിൻ നടത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ സ്വീഡനിലെ തെക്കൻ ലിൻകോപ്പിക് എന്ന സ്ഥലത്ത് വെച്ച്
ഒരു പൊതുസ്ഥലത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം ഖുർആനിന്റെ കോപ്പി കത്തിച്ചത്. അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ മുസ്ലിങ്ങൾ വലിയ രൂപത്തിൽ പ്രതിഷേധ റാലിക്ക് പൊട്ടിപ്പുറപ്പെട്ടു. പൊതുനിരത്തുകൾ അടിച്ചു തകർക്കുകയും കടകൾക്ക് തീയിട്ടു വാഹനങ്ങൾ അടിച്ചു തകർക്കപ്പെട്ടു. നിരപരാധികളായ ആളുകളെ അടിച്ചു. അങ്ങനെ റാസ്മസ് പലൂദാൻ പിന്മാറാൻ തയ്യാറായില്ല. റോഡിൽ വെച്ച് ഖുർആൻ കത്തിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ അവിടെ നിന്നിരുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ എതിർക്കാൻ ശ്രമിച്ചു. പ്രതിഷേധവുമായി അടുത്തുകൂടി അദ്ദേഹത്തെ അടിക്കാൻ വന്നു. പക്ഷേ രാജ്യമേറെ ആയിരുന്നതുകൊണ്ട് അയാളെ കൈവയ്ക്കാൻ തീവ്രവാദികൾക്ക് സാധിച്ചില്ല. പോലീസ് ഇടപെട്ടിട്ടും റാസ്മസ് പലൂദാൻ താൻ ഉദ്ദേശിച്ച കൃത്യത്തിൽ നിന്നും പിന്നോട്ട് മാറാൻ തയ്യാറായില്ല. അണികളുടെ ഖുർആൻ കത്തിക്കാൻ ആഹ്വാനം ചെയ്തു. രാജ്യത്തെ പൗരന്മാർക്ക് വിശാലമായ വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാജ്യമാണ് സ്വീഡൻ. പ്രതിഷേധത്തിന്റെ പേരിൽ ഒരു പൗരനെ അടിച്ചോടിക്കാനും കൽത്തുറങ്കിൽ അടയ്ക്കാനും പൊതുവിൽ വെച്ച് വിചാരണ ചെയ്യാനും സദാചാര പോലീസിങ്ങും ഒന്നും നടക്കില്ല. ഞങ്ങളുടെ മതമാണ് ദുർബലപ്പെട്ടത് എന്ന് പറഞ്ഞ് ഇവരുടെ മതവികാരം വ്രണപ്പെട്ടതിന്റെ പേരിൽ അയാളെ കൈകാര്യം ചെയ്യാനൊന്നും സ്വീഡനിൽ പറ്റില്ല. കാരണം അവിടെ മതനിന്ന നിയമം നിലവിലില്ലാത്ത രാജ്യമാണ്. മതനിയമങ്ങൾക്കോ മതവിശ്വാസത്തിനോ മത ആരാധനാലയങ്ങൾക്കോ ഒന്നും യാതൊരു പ്രാധാന്യവും നിലവിലില്ലാത്ത രാജ്യമാണ് സ്വീഡൻ. വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥം, ആ പ്രിവിലേജ് നിങ്ങൾ വെച്ചോളൂ. ഇനി അതല്ല, ബൈബിളാണ് വിശുദ്ധ ഗ്രന്ഥം, ആ പ്രിവിലേജ് ഇവരും വെച്ചോട്ടെ. ഈ മതഗ്രന്ഥങ്ങൾക്കൊന്നും ആ രാജ്യത്തിന്റെ ഭരണഘടനയുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പക്ഷേ പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കെ അവർ ഖുർആൻ കത്തിച്ചു എന്നാണ് പ്രചാരണം വന്നത്. പക്ഷേ ഇവരുടെ കഴിവിന്റെ പരമാവധി ഇവർ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഖുർആൻ പൊതുനിരത്തിൽ കത്തിക്കാൻ കത്തിച്ചതിന്റെ പേരിൽ പല തവണ ജയിൽ ശിക്ഷ അനുഭവിച്ച റാസ്മസ് പലൂദാൻ ഒരിഞ്ചി പോലും തന്റെ ഉദ്യമത്തിൽ നിന്ന് പിന്നോട്ട് മാറാൻ തയ്യാറായില്ല. എന്റെ രാജ്യത്തിന്റെ സമാധാനം നശിപ്പിച്ചത് ഈ ഗ്രന്ഥം പേറുന്ന മുസ്ലിം വിശ്വാസികളുമാണ്. അഭയാർത്ഥികളെ നാടുകടത്തണം. ഈ രാജ്യത്തെ ഏതൊക്കെ അഭയാർത്ഥികളെയാണോ സ്വീഡൻ അഭയം നൽകിയിട്ടുള്ളത്, എത്ര കുടിയേറ്റക്കാരാണോ ഉള്ളത്, പ്രശ്നക്കാരെ മാത്രമല്ല അവരെ മുഴുവനും ഈ രാജ്യത്ത് നിന്ന് തുരത്തണം. ഒന്നുകിൽ അതല്ലെങ്കിൽ ഈ രാജ്യത്ത് ഖുർആൻ എന്ന ഗ്രന്ഥം പാടില്ല. ഇങ്ങനെ സ്വീഡനിലെ സകലമാന ജനങ്ങളെയും പലൂദാനും അദ്ദേഹത്തിന്റെ അനുയായികളും കൺവിൻസ് ചെയ്തു. അതോടുകൂടി സ്വീഡനിൽ ഉള്ള സമാധാനം നഷ്ടപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോയി. ഒരിഞ്ച് പോലും തങ്ങൾ പിന്നോട്ടില്ല, ഇതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞ് പ്ലക്കാർഡുകൾ പിടിച്ച്, വലിയ രൂപത്തിൽ ബാനറുകൾ കെട്ടി, പോസ്റ്ററുകൾ പതിച്ച്, വലിയ രൂപത്തിൽ മുദ്രാവാക്യം മുഴക്കി സ്വീഡന്റെ സകലമാന തെരുവോരങ്ങളിലും ഖുർആൻ കത്തിക്കൽ ക്യാമ്പയിൻ റാസ്മസ് പലൂദാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ പലയിടങ്ങളിലും ഖുർആൻ നിന്ന് കത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. 6-ാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥത്തിലെ കുത്തിലും കോമയിലും അഭിരമിച്ചിരുന്ന, അതിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കണം എന്ന് ശഠിച്ചിരുന്ന ഒരു ജനവിഭാഗം, ഇവർക്കാരാണോ അഭയം നൽകിയത് അവരുടെ സമാധാനം കവർന്നെടുത്ത രീതിയെയാണ് സ്വീഡൻ ജനത ശക്തമായ രൂപത്തിൽ വിമർശിച്ച് രംഗത്ത് വന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭരണകൂടം, ഇസ്ലാമിക ഭരണഘടന, ഇസ്ലാമിക നിയമങ്ങളാണ് അവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് എന്തിനാണ് ഇസ്ലാമിക ഭരണം നിലവിൽ വരുമ്പോൾ മുസ്ലിങ്ങൾ എന്തിനാണ് ആ രാജ്യം ഉപേക്ഷിക്കുന്നത്? അതുവരെ അവർ ഇസ്ലാമിക നിയമത്തിന് വേണ്ടി തന്നെയല്ലേ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നത്. പിന്നെ ഇസ്ലാമിക ഭരണം വരുമ്പോൾ, താലിബാനികൾ ഇസ്ലാമിക ഭരണം അഫ്ഗാനിൽ കൊണ്ടുവരുമ്പോൾ ഇവരെന്തിനു നാടുവിടണം? ഇവർക്കും ഇസ്ലാമിക നിയമം വേണ്ട. ഇസ്ലാമിക നിയമത്തിൽ ജീവിക്കാൻ മുസ്ലിങ്ങൾക്ക് പോലും പ്രയാസമാണ് എന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു. സിറിയൻ ഭരണം ഇസ്ലാമികം, സിറിയൻ രാഷ്ട്രം ഇസ്ലാമികം, അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വരുന്നത് മുസ്ലിങ്ങൾ. ഇതെന്ത് വിചിത്രമായ രീതിയാണ്. എന്നിട്ട് ഇവർക്ക് ഇസ്ലാമിക രീതികൾ വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ്
ഇവർ യൂറോപ്യന്മാരുടെ രാജ്യങ്ങളിലേക്ക് വന്നിട്ട് അവിടെ ഇവരെ പുറത്താക്കിയ ഇവരുടെ സ്വന്തം രാജ്യത്തിന്റെ മതനിയമം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. ഇതിനെയാണ് ആ രാജ്യവും എതിർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളും ഇത് തന്നെയേ പറയുന്നു. നന്ദി.